വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിന് തുല്യമായി ഒന്നുമേ ഇല്ല എന്നത് വളരെ ക്ലിയർ ആയും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചതാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ, അവന് തുല്യമായി അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല. അവിടെയാണ് സൂഫി പറയുന്നത് അനൽ ഹഖ്, അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല എന്ന് അള്ളാഹു പ്രഖ്യാപിക്കും. സൂഫി പറയണം ഞാൻ ഉണ്ട്. അത് അഹങ്കാരം തന്നെയല്ലേ? ഫറോവ പറഞ്ഞ അതേ അഹങ്കാരത്തിന്റെ വർത്തമാനം തന്നെയാണ് അവർ പറയുന്നത്. വിനയമുള്ളവനാണെങ്കിൽ, അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്ന ബോധമുണ്ടെങ്കിൽ, അള്ളാഹുവാണ് എനിക്ക് ജീവനെ സമ്മാനിച്ചത് എന്ന ബോധമുണ്ടെങ്കിൽ, അള്ളാഹുവാണ് ഈ വെള്ളവും വെളിച്ചവും ഈ സൗകര്യങ്ങളും ഈ സൗന്ദര്യങ്ങളും എല്ലാം എനിക്ക് സമ്മാനിച്ചത് എന്ന ബോധമുണ്ടെങ്കിൽ പറയേണ്ടത് വിനയത്തോടെ അന അബ്ദുല്ലാ എന്നാണ്, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ് എന്നതാണ്. അതാണ് വിനയം. അന അബ്ദുൽ ഹഖ്, ഞാൻ അള്ളാഹുവിന്റെ അൽ ഹഖായ അള്ളാഹുവിന്റെ അടിമയാണ് എന്ന വിശ്വാസമാണ് വേണ്ടത്. അന ഫഖീറുൻ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ് എന്ന ബോധമാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തോടു കൂടി നമ്മളോട് പ്രഖ്യാപിക്കുവാൻ പറഞ്ഞത്, തഹജ്ജുദിന് വേണ്ടി ഉണർന്നാൽ പ്രാർത്ഥിക്കേണ്ടുന്ന പ്രാർത്ഥനയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനം അല്ലാഹുമ്മ അൻതൽ ഹഖ്, അല്ലാഹുവേ നീയാണ് അൽ ഹഖ്, വവഅദുകൽ ഹഖ്, നിന്റെ കരാറ് നിന്റെ വാഗ്ദാനവും ഹഖ് തന്നെയാണ്, വഖൗലുകൽ ഹഖ്, നിന്റെ വാക്ക് അതും ഹഖ് തന്നെയാണ്, വലിഖാഉക ഹഖുൻ, നിന്നെ കണ്ടുമുട്ടുമെന്നുള്ളത് സത്യം തന്നെയാണ്, വൽ ജന്നതു ഹഖുൻ, സ്വർഗ്ഗം സത്യമാണ്, വന്നാറു ഹഖുൻ, നരകം സത്യമാണ്, വസ്സാഅതു ഹഖുൻ, അതുപോലെ തന്നെ അന്ത്യദിനവും സത്യമാണ് എന്ന പ്രഖ്യാപനമാണ് നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടത് എന്നത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ